വെൽക്കം ബാക്ക് ഗൈസ്. നമ്മളെ വീഡിയോന്റെ രണ്ടാമത്തെ പാട്ടായിരുന്നു. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മ ഡിഫറെന്റ് ട്രെൻഡ്സ് പഠിച്ചു. ബുള്ളിഷ് ട്രെൻഡ്, ബെയറിഷ് ട്രെൻഡ്, അത് ചാർട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കി. ഇന്ന് നമ്മ പഠിക്കാൻ പോകുന്നത് ട്രേഡ് വ്യൂവിൽ എന്തൊക്കെ അയക്കണം നമുക്ക് ആവശ്യമില്ലെന്നും, പിന്നെ ഈ SMCന്റെ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും, അത് രണ്ടാണ് നമ്മ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് മിസ്സായ പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും തിരിയില്ല. അതുകൊണ്ട് ഇന്നത്തെ തിരിഞ്ഞാലേ ഇനി മുന്നോട്ട് തിരിയും. അതുകൊണ്ട് ഇത് അഥവാ തിരിയില്ലെങ്കിൽ രണ്ടോട്ടെല്ലാം കണ്ടുവെക്കുക. ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഷെയറും ചെയ്യാം. കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൊണ്ടവർ ജോയിൻ ചെയ്തു. നമുക്ക് ഫസ്റ്റ് എന്തെല്ലാം ഐക്കൺ വേണമെന്ന് വെച്ചാൽ, ഇപ്പം ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ആക്കി സൈൻ ഇൻ എല്ലാം ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് കയറില്ല. ഈ സൈഡിൽ കുറെ ഐക്കൺ ഉണ്ടാവും. ഈ ഫസ്റ്റത്തെ ഐക്കൺ തൊട്ടിട്ട് നമുക്ക് സ്റ്റാർ ചെയ്യേണ്ട പ്രശ്നമുണ്ട്. അത് ട്രെൻഡിനെയും സ്റ്റാർ ചെയ്യുക. പിന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. വേറെ ഈ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഇനി അടുത്ത ഐക്കൺ എടുത്തിട്ട് രണ്ടാമത്തെ ഇതിൽ നമുക്ക് ഗ്യാങ് ബോസ് ആവശ്യമുണ്ട്. ഈ ഗ്യാങ് ബോസ് എന്നുള്ള ഐക്കൺ സ്റ്റാർ ചെയ്യാം. ഇനി മൂന്നാമത്തെ നമുക്കൊന്നും ആവശ്യമില്ല. ഇനി നാലാമത്തെ ലോങ് പൊസിഷൻ സ്റ്റാർ ചെയ്യുക, ഷോർട്ട് പൊസിഷൻ സ്റ്റാർ ചെയ്യുക. വേറെ ഒന്നും ആവശ്യമില്ല. ഇനി അഞ്ചാമത്തെ ഫ്രഷ് സ്റ്റാർ ചെയ്യുക, പിന്നെ റെക്റ്റാങ്കിൾ സ്റ്റാർ ചെയ്യുക, പാത്ത് സ്റ്റാർ ചെയ്യുക. ഇത് മതി. ഇനി ടെസ്റ്റ് സ്റ്റാർ ചെയ്യുക. വേണ്ട, ഇത്ര നമുക്ക് ആവശ്യമില്ല. ഇത്രയും ഐക്കൺസ് ഇവിടെ വരും സ്റ്റാർ ചെയ്താൽ. ഇത്ര നമുക്ക് ആവശ്യമില്ല. ഇപ്പം ഈ ഐക്കൺസ് എല്ലാം എല്ലാവരും ഫസ്റ്റിനെ സ്റ്റാർ ചെയ്യാം. പിന്നെ ടൈം ഫ്രെയിം, ഇവിടെ ടൈം ഫ്രെയിം ഉണ്ടാവും ചാർട്ട് അനാലിസിൽ. അതിൽ ഏതെല്ലാം സ്റ്റാർ ചെയ്യേണ്ട വെച്ചാൽ 1 hour സ്റ്റാർ ചെയ്യുക, 30 minutes സ്റ്റാർ ചെയ്യുക, 5 minutes സ്റ്റാർ ചെയ്യുക, 1 minute സ്റ്റാർ ചെയ്യുക, പിന്നെ 15 minutes സ്റ്റാർ ചെയ്യുക, 4 hours സ്റ്റാർ ചെയ്യുക. ഇത്രയും സ്റ്റാർ ചെയ്താൽ അതുമായി. അപ്പം ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ടൂൾസ് ചെയ്യും. ടൂൾസ് വേണ്ട, നമുക്ക് ഇത്ര ടൂൾസേ ആവശ്യമില്ല. ഇത് കുറേ ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളെ സ്ട്രാറ്റജിക്ക് ആവശ്യമില്ല. പിന്നെ വേറെ ഒരു മാറ്റം വരുത്തേണ്ട വെച്ചാൽ ഗ്യാങ് ബോക്സിൽ ചെറിയ മാറ്റം വരുത്താനുണ്ട്. ഈ ഗ്യാങ് ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരില്ലേ, കൺഫ്യൂഷൻ ആക്കും. അപ്പൊ അതിലത്തെ സെറ്റിങ്സിൽ പോയിട്ട് കുറച്ച് മാറ്റം വരുത്താനുണ്ട്. അതെന്തായാലും വെച്ചാൽ എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് ഏകദേശം തിരിയും. വണ്ണായി, സീറോ ആയി, മേലത്തെ ഇതും കൂടെ വേണം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളയാം, ഇല്ല. ചിലപ്പോൾ ഒരു ഐക്കൺസ് നമുക്ക് ആവശ്യമില്ല. ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഒപ്പരം ചെയ്തു തന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ലേബലെല്ലാം കാണണം, അതിൻ്റെ ആവശ്യം. ബാക്ക്ഗ്രൗണ്ട് ആവശ്യം. പിന്നെ സൈഡ് വെർട്ടിക്കൽ ലൈൻസ് നിർബന്ധമില്ല, പക്ഷെ ബിഗിനേഴ്സിന് നല്ലതാണ്. അത് വലിയ നിർബന്ധമില്ല, അത് വേണമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്യാം. ആ ഇത്രയാണ് നമ്മളെ ക്ലിയർ സാധനം. ഇത്ര നമ്മ ഗ്യാങ് ബോക്സിൽ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് നമ്മ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഇത്രയും സെറ്റ് ആയാൽ നമ്മൾ ട്രേഡ് വ്യൂ പ്ലാറ്റ്ഫോം സെറ്റായി.
ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാല് മറ്റേ കോർ കൺസെപ്റ്റ് ആണ് ഇനി പറയാൻ പോകുന്നു. ഇത് മനസ്സിലായാലും ഇനി അങ്ങോട്ട് എല്ലാം തരും. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും സിമ്പിളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ തന്നെ വലിയ കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല. ബുള്ളിഷ് ട്രെൻഡ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ബുള്ളിഷ് ട്രെൻഡ് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് മറന്നുകഴിഞ്ഞാൽ ആദ്യം പോയി കണ്ടോ, കാരണം ഇതൊന്നും ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. ബുള്ളിഷ് ട്രെൻഡും വരച്ചിട്ടുണ്ട്, ഒരു ബെയറിഷ് ട്രെൻഡും വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് അമ്മ എക്സാമ്പിൾ പറയുന്നു. ഈ ട്രെൻഡ്സ് നമ്മ ഇത് പറയുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടർ കോർ കൺസെപ്റ്റ് ആണ്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാ ഇപ്പൊ ബുള്ളിഷ് ട്രെൻഡിൽ ലോ ഹൈ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ലോ, ഇതല്ല ഒരു ബുള്ളിഷ് ട്രെൻഡ്. ഈ ഒരു ഹൈന ബ്രേക്ക് ചെയ്തിട്ട് അടുത്തത് ഹയർ ഹൈ ഉണ്ടായി. ഇത് വെച്ചിട്ട് അമ്മ പറയല് ബുള്ളിഷ് ആണെന്ന്. ഈ ഒരു ഇതുണ്ടായി ലൈൻ ഇനി അമ്മ പറയല് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അതിന്റെ മീനിങ്ങിലുണ്ട് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ഹൈ ഫോം ചെയ്തു, അതുകൊണ്ട് ഇതിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അതിന്റെ മീനിങ് ശരിക്കും ഒന്ന് മൈൻഡിൽ വിചാരിച്ചു വെച്ചാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇതാണ് ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അത്രയില്ല ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അത്രയില്ല. ബുള്ളിഷ് മാർക്കറ്റിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇനി ബെയറിഷ് മാർക്കറ്റ് പറഞ്ഞുതരാം. ഇത് ഹൈ, ഇത് ലോ, ഇത് ഹൈ, ഇത് ലോവർ ലോ, ഇത് ലോവർ ഹൈ, ഇത് ലോവർ ലോ അല്ലേ. അപ്പൊ ഈ ബെയറിഷ് മാർക്കറ്റിൽ നേരെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ലോവർ ലോ ഉണ്ടാക്കിയില്ലേ, അപ്പൊ അതിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അടുത്ത ലോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അടുത്തത് ഇതാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പൊ അങ്ങനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പറയേണ്ടതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ പറയാൻ വേണ്ടിയിട്ട് അതിന്റെ ഈ പേരിൽ തന്നെ ഉണ്ട്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പറഞ്ഞാൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നത്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ പറഞ്ഞാൽ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ബുള്ളിഷ് മാർക്കറ്റിൽ ഉള്ളത് ബെയറിഷ് മാർക്കറ്റിലേക്ക് പോകുന്നതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ബെയറിഷ് മാർക്കറ്റിലെ ബുള്ളിഷ് മാർക്കറ്റിലേക്ക് പോകുന്നതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഈ സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇത് ബുള്ളിഷ് ഇങ്ങനെ പോകില്ലേ, ഇന്ന് ബുള്ളിഷിന് ഈ ഒരു ഹൈക്ക് ശേഷം നേരെ ഈ ഒരു ലോവർ ഹയർ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് ക്യാരക്ടർ മാറി, ബുള്ളിഷ് മാറിക്ക് ബെയറിഷ്. ഈ ഒരു സാധനത്തിനെ പറയുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഈ ഒരു ലൈനാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. മനസ്സിലായി? ബുള്ളിഷ് മാറിയിട്ട് ബെയറിഷ് ആവുന്നതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അതേപോലെ തന്നെ ബെയറിഷ് മാറിയിട്ട് ബുള്ളിഷ് ആവുന്നതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. നൈസായിട്ട് ഈ ഒരു ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒരു ഹൈ ഉണ്ടായില്ലേ, അപ്പൊ അതിന്ന് ബെയറിഷ് മാറിയിട്ട് ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോയി. അപ്പൊ അതിനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നും പറയും. അപ്പൊ ഇത് മനസ്സിലാവാൻ നല്ല ടൈം എടുക്കും, കാരണം ഇതാണ് ഇതിന്റെ കോർ ഐഡിയ. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങോട്ടൊന്നും മനസ്സിലാവില്ല. അത് ഇത് റിപ്പീറ്റ് ചെയ്ത് വരച്ച് വരച്ച് നോക്കുക. ഇത് സംഭവം റെഡി ആയാലും കൺസെപ്റ്റ് സെറ്റ് ആണ്, പിന്നെ ഒന്നും പേടിക്കാനില്ല. ഇത് നമുക്ക് ചാർട്ടിൽ അനലൈസ് ചെയ്യാം. ചാർട്ടിൽ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാണാം. ഇതാ സിമ്പിൾ എക്സാമ്പിൾ. ബെയറിഷ് മാർക്കറ്റിൽ ഇതാ ഹൈ ലോ ഹൈ, ഇതെന്ത് ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ. ഇതെന്താക്കി ഇതാ ശരിക്കും ഇവിടെ ഒന്ന് വരണ്ട് ലോവർ ഹൈ അല്ലേ. പക്ഷെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് ഒരു ഹൈ ഉണ്ടായി. നോക്ക്, ഇതാ നേരത്തെ ഒരു പറഞ്ഞ പോലെ സെയിം സിമ്പിൾ കൺസെപ്റ്റ് ആണ്, പക്ഷെ അത് കത്താൻ കുറച്ച് ടൈം എടുക്കുന്നതായിരുന്നു. അപ്പൊ എന്തായി, ആ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. കാരണം ഇങ്ങനെ ബെയറിഷ് പോയിക്കൊണ്ടിരുന്ന ട്രെൻഡ് പെട്ടെന്ന് എന്തായി ബ്രേക്ക് ചെയ്തിട്ട് ബുള്ളിഷിലേക്ക് പോയി, പിന്നെ അങ്ങോട്ട് ബുള്ളിഷ് അല്ലേ. ഓക്കെ, ഇത്രയും ഇപ്പൊ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇത്രയും തിരിയാൻ. ഇനി വേണമെങ്കിൽ ഇത് ബുള്ളിഷ് മാർക്കറ്റിലും കാണിച്ചു തരാം. ഇതാ നല്ലൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഗോൾഡിന്റെ ചാർട്ടാണ് ഇപ്പൊ എടുത്തിന്. വേറെ കിട്ടാൻ പണിയാ.
ലോ, ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. ഇവിടുന്ന് എന്തായി? ഹയർ ഹൈ ഉണ്ടായില്ലേ? ഹയർ ഹൈന്ന് നേരെ ഹയർ ലോ ഉണ്ടായെന്ന് പകരം ആ ലോനെ ബ്രേക്ക് ആയിട്ട് ഒരു ലോ ഉണ്ടായി. ഇപ്പൊ എന്തായി? മാർക്കറ്റ് ബെയറിഷ് ആയി. ഇതാ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇതാ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. സിമ്പിൾ. ഇവിടുന്ന് ഇങ്ങോട്ട് ബെയറിഷ് മാർക്കറ്റ് ആയി, ബുള്ളിഷ് മാറി ബെയറിഷ് ആയി. ഇപ്പൊ 1 അവറിലാണ്. 1 അവർ 30 മിനിറ്റ് 50 മിനിറ്റ് ഈ രല്ല് ഇത് അപ്ലിക്കബിൾ ആവും. അങ്ങനെ ഡിഫറെന്റ് ടൈം ഫ്രെയിമിൽ ട്രൈ ചെയ്ത് നോക്കും. ഭയങ്കര സെറ്റാണ്. അപ്പൊ നമ്മ എന്തായാലും പഠിച്ചിരുന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പഠിച്ചു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ പഠിച്ചു, ട്രേഡ് വ്യൂ സെറ്റ് ചെയ്യാണ്ട് പഠിച്ചു. ഇതൊക്കെ പഠിച്ച അതിന്റെ ബേസ് കംപ്ലീറ്റ് ആയി. ഇനി സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത് അടുത്ത വീഡിയോ പറയാം. പിന്നെ അതിനു മുമ്പ് ലിക്വിഡിറ്റി പറഞ്ഞു തരാനുണ്ട്. അവന് വരുന്ന വീഡിയോയിൽ പറയും. ഞാൻ മാക്സിമം ചുരുക്കിയിട്ട് പറഞ്ഞിരുന്നു. അതായത് മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ. ഇത് ഡീപ്പ് കൺസെപ്റ്റ് ആണ്. അത്രയും ശരിക്കും ആവശ്യമില്ല. ഞാൻ പറയുന്നത് മാത്രം ഫോളോ ചെയ്താൽ ചാർട്ട് അനാലിസിസ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ കുറച്ച് ടൈം എടുക്കും, പെട്ടെന്ന് നടക്കുന്നില്ല. ഇപ്പൊ ഒരു 5 വീഡിയോ ഇട്ടാല് 5 വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് ട്രേഡ് എടുക്കാനും പറ്റില്ല. അത് കണ്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഈ ട്രേഡ് വ്യൂ ഓപ്പൺ ആക്കിയിട്ട് ഒരു പേരിന്റെ ചാർട്ടിൽ അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു കുറച്ച് ടൈം എടുത്തിട്ട് റെഡി ആവും. അങ്ങനെയല്ല റെഡി ആവുക, പെട്ടെന്ന് നടക്കുകയും ചെയ്യണം. പിന്നെ കുറെ ആള് വിചാരം ട്രേഡിംഗ് പറഞ്ഞാൽ സിമ്പിൾ ആണെന്നാണ്. സിമ്പിൾ ഒന്നല്ല. ഇതെല്ലാം മനസ്സിലാക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. പിന്നെ അറിയാലോ, ടെക്നിക്കൽ അനാലിസിസ് മാത്രം കാര്യമില്ല, സൈക്കോളജിയാണ്. അതിൽ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അറിയില്ലേ, സംഭവം സിമ്പിൾ ആണ്, പക്ഷെ ടൈം എടുക്കും. പെട്ടെന്ന് ആവില്ല. ക്ഷമ വേണം. അത്രയില്ല. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത വീഡിയോ കാണാം.